ഇപ്പോൾ ചാപ്റ്റർ 9 സർക്കിൾസിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് എന്താണ് ഒരു സർക്കിൾ? സർക്കിൾ എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് ഓൾ ദ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ വിച്ച് ആർ അറ്റ് എ ഫിക്സ്ഡ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സ്ഡ് പോയിൻ്റ്. ഒരു ഫിക്സ്ഡ് പോയിൻറ്റിൽ നിന്ന് ഫിക്സ്ഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഉള്ള ഓൾ ദ പോയിൻറ്റ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ബേസിക്കലി ഒരു സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു റേഡിയസിനെ നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഒരു ലൈനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഒരു സർക്കിളിൻ്റെ ഇൻസൈഡിലുള്ള പോർഷനെ നമ്മൾ ഇൻറ്റീരിയർ എന്നും സർക്കിളിനെ ആ ഒരു റൗണ്ടിനെ നമ്മൾ സർക്കിൾ എന്നും അതിൻ്റെ ഔട്ട്സൈഡുള്ള പോർഷനെ എക്സ്റ്റീരിയർ എന്നും പറയുന്നു. അതുപോലെ ഈ സർക്കിളിൻ്റെ ഔട്ടർ ആയിട്ടുള്ള റീജിയനെ നമ്മൾ സർക്കുലാർ റീജിയൻ എന്ന് പറയും. പിന്നെ ഒരു സർക്കിളിൽ ഈ പി ക്യു ഫിഗറിൽ കാണുന്ന പി ക്യു എന്ന നമ്മൾ രണ്ട് പോയിൻ്റ് തമ്മിൽ യോജിപ്പിച്ച് സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് തന്നെ വരയ്ക്കുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ കോഡ് ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത്. ആ ഒരു ലൈന് സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻറ്റിലൂടെ കടന്നു പോകാനുണ്ടെങ്കിൽ അത് രണ്ട് റേഡിയസ് ചേർന്നതായിരിക്കും. അതുകൊണ്ട് ആ ഒരു പോയിൻറ്റിനെ നമ്മൾ ആ ഒരു ലൈനെ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ എന്ന് പറയും. ഇനി നെക്സ്റ്റ്, നമ്മൾ ഈ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ രണ്ട് പാർട്ട് കിട്ടും. ആ രണ്ട് പാർട്ടിനെയും നമ്മൾ വിളിക്കുക സെമി സർക്കിൾ എന്നായിരിക്കും. ഈ ഒരു സെമി സർക്കിളിലുള്ള ആംഗിൾ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ടോട്ടൽ ഒരു സർക്കിളിൻ്റെ ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഈ ഒരു സെമി സർക്കിളിലെ ആംഗിൾ അതിൻ്റെ നേരെ പകുതി 180 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഒരു സർക്കിളിന് നമ്മൾ പി ക്യു എന്ന് രണ്ട് പോയിൻ്റ് എടുത്താൽ അതിനെ രണ്ട് ആർക്കായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. അതായത് പി എന്നും ക്യൂ എന്നും നമ്മൾ സെൻറ്ററിലേക്ക് ഓരോരോ റേഡിയസ് വരച്ച് കഴിഞ്ഞാൽ പി ക്യൂ എന്ന ആർക്കിനെ നമുക്ക് മൈനർ ആർക്കെന്നും അതിൻ്റെ ബാക്കിയുള്ള റിമൈനിങ് ആയിട്ടുള്ള വലിയ ആർക്കിനെ മേജർ ആർക്കെന്നും പറയാം. അതായത് മേജർ ആർക്കിനെ നമുക്ക് പി ആർ ക്യൂ വെച്ച് മെൻഷൻ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ്, ഒരു സർക്കിളിൻ്റെ ഈ കോഡ് വരച്ച് കഴിഞ്ഞാലുള്ള ഒരു സർക്കിളിൽ നമ്മളൊരു കോഡ് വരയ്ക്കാന്നുണ്ടെങ്കിൽ അത് സെഗ്മെൻറ്റുകളെന്ന് വിളിക്കാം. അപ്പോൾ പി ക്യൂ എന്നുള്ള ഒരു കോഡ് വരച്ച് കഴിഞ്ഞാൽ ചെറിയ സെഗ്മെൻറ്റിനെ മൈനർ സെഗ്മെൻ്റ് എന്നും വലിയ സെഗ്മെൻറ്റിനെ മേജർ സെഗ്മെൻ്റ് എന്നും പറയാം. അതുപോലെ തന്നെ അത് നമ്മൾ സെൻറ്ററിലേക്കാണ് റേഡിയസ് ആയിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ മൈനർ സെക്ടർ എന്നും മേജർ സെക്ടർ എന്നും പറയാം. നെക്സ്റ്റ്,